18 വയസ്സിന് താഴെയുള്ളവരുടെ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഒമാൻ വേദിയാകും. ഒമാൻ ഹോക്കി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രേഥ താക്കി അൽ ലവാത്തി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം സെപ്റ്റംബറിലാണ് ചാമ്പ്യൻഷിപ്പ്. ഒമാനിൽ ഹോക്കിയുടെ പ്രചാരം വർദ്ധിക്കുന്നതിന് രാജ്യത്തെ 14 ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി ഹോക്കി പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹോക്കി പരിചയപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഹോക്കി 12 ടീമുകൾ അണിനിരക്കുന്ന ഗൾഫ് ഹോക്കി ഫിയസ്റ്റ അടുത്ത മാസം 26 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളി ക്ലബ്ബായ യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബും ഒമാൻ ഹോക്കി അസോസിയേഷനുമാണ് സംഘാടകർ. ഫെബ്രുവരി 26 രാവിലെ 8 മുതൽ രാത്രി 8 വരെ ബോഷറിലെ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. സ്റ്റാർ കയർ കപ്പ് എന്ന പേരിലാണ് ഗൾഫ് ഹോക്കി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു ഹോക്കി ടൂർണമെന്റ് നടക്കുന്നതെന്ന് ടൂർണമെന്റ് ഡയറക്ടർ സാലിക് താച്ചർ പറഞ്ഞു. ഇത് എവിടെയും നടന്നിട്ടില്ല, ഒമാനിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ 12 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 6 ടീമുകൾ പുറത്തുനിന്നുള്ളതാണ്, GCC കൺട്രീസ് എന്നുള്ളതാണ്. 2 ടീം സൗദിയിൽ നിന്ന്, ഓരോ ടീം വീതം കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE നിന്നുണ്ടായിരിക്കുന്നതാണ്. 5 പ്രവാസി ടീമുകളും ഒരു ഒമാനി ടീമുമാണ് ഒമാനിൽ നിന്ന് പങ്കെടുക്കുക. അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറും വൈസ് ക്യാപ്റ്റനുമായ PR ശ്രീജേഷ് മുഖ്യാതിഥിയായിരിക്കും. ഒമാൻ ഹോക്കി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രേഥ താക്കി അൽ ലവാത്തി, മുതിർന്ന ഹോക്കി പരിശീലകൻ SAS നഖ്വി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ CEO ഡോക്ടർ മുഹമ്മദ് നസീം, UTSC പ്രതിനിധി ഷർജീന റാഫി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്.